Hi friends, today we talk how to make polite requests in any context in English. You all are welcome to Englu's new episode. വ്യത്യസ്ത കോണ്ടക്സ്റ്റുകളിൽ എങ്ങനെയാണ് പൊളൈറ്റ് റിക്വസ്റ്റുകൾ ആരോടെങ്കിലും സഹായം ചോദിക്കാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് പറയാൻ സാധിക്കും. കുഡ് ഓർ വുഡ് നമ്മളെല്ലാവരും കേട്ടു കാണും. മോഡൽ ഓക്സിലറീസ് ഓർ മോഡൽ ഓക്സിലറി വേർബ്സ് ഓർ മോഡൽ വേർബ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഡൽ ഓക്സിലറീസിലെ രണ്ട് വാക്കുകളാണ് കുഡ് ഓർ വുഡ്. ക്യാൻ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ്, വിൽ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് വുഡ്, അങ്ങനെയും നമ്മളത് കേട്ടു കാണും. സോ നമുക്കത്തരം കോണ്ടക്സ്റ്റുകളിൽ കുഡ് ഓർ വുഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോമലായി തന്നെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധിക്കും. ഓക്കെ, കുഡ് ഓർ വുഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പൊളൈറ്റ് റിക്വസ്റ്റ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരാളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? പ്ലീസ് ഈസ് എ മാജിക്കൽ വേർഡ്. ഒരു സ്ഥലത്തും നമ്മളത് മറന്നു പോകരുത്. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ ഓർ കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കുഡ് യു ഗിവ് മീ യുവർ പെൻ? കുഡ് യു ഗിവ് മീ യുവർ പെൻ പ്ലീസ്? കുഡ് യു പ്ലീസ് ഗിവ് മീ യുവർ പെൻ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഓക്കെ, ഇത്തരത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഏത് കോണ്ടക്സ്റ്റിലും കുഡ് ഉപയോഗിച്ചുകൊണ്ട് റിക്വസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ. അതുപോലെ തന്നെയാണ് വുഡ്. വുഡ് വുഡ് ഐ ഹാവ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ? വുഡ് ഐ ഹാവ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ പ്ലീസ്? വുഡ് ഐ ഹാവ് പ്ലീസ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ? വുഡ് ഐ ഹാവ് പ്ലീസ് a drink of water? Would you shut the window please? Would you please shut the window? Would you please shut the window? ആ ജനലൊന്ന് അടക്കാമോ എന്ന് ചോദിക്കുന്നത് പൊളൈറ്റ് റിക്വസ്റ്റ്. വുഡ് യു ഷട്ട് ദ വിൻഡോ പ്ലീസ്? വുഡ് someone please tell me what is going on? Would someone please tell me what is going on? Would someone please tell me what is going on? എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? Would someone tell me? Would someone please tell me what is going on? അപ്പോൾ could or would ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഏത് കോണ്ടക്സ്റ്റിലും റിക്വസ്റ്റുകൾ ചെയ്യാവുന്നതാണ്, റിക്വസ്റ്റുകൾ നടത്താവുന്നതാണ്. എന്തായിരിക്കും സ്വാഭാവികമായും അതിൻ്റെ ആൻസർ? Could you please give me some water? Sure, yes, sure I will. Would you please give me your pen? Sure. ഇനി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആവശ്യമുണ്ട് പെൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആൻസർ കൊടുക്കുക? Sorry I am writing now. പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഈസ് എ പൊളൈറ്റ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷ തന്നെ വളരെ മാന്യമായും വളരെ സൗമ്യമായുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. കുഡിനും വുഡിനും പകരം നമുക്ക് വിൽ ആൻഡ് ക്യാൻ ഉപയോഗിക്കാം. അതിനേക്കാളും കുറച്ചുകൂടെ ഫോർമൽ ആൻഡ് പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന രീതിയിലാണ് വുഡ് ഓർ കുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസറും വളരെ പൊളൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സോറി I am writing now. Sorry, I have no pen. Sorry, I have no pen. It is not sorry. That is not English, that is Monglish. How to pronounce sorry. I have no pen with me. I have no pen with me. Okay, അപ്പോൾ റിക്വസ്റ്റ് നടത്തുന്നതും അതിനുള്ള മറുപടിയുമാണ് നമ്മൾ പറഞ്ഞത്. Could you please give me some water? Yes, sure. Could you please give me some water? Yes, sure. Could you please open the window?
Could you please open the window? Yes, sure. അപ്പോൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാവുന്ന 2 വാക്കുകളാണ്, അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞും പരിശീലിച്ചും നമ്മൾ കൂടുതൽ ഫ്ലുവൻ്റ് ആവാൻ ശ്രമിക്കുക. മറ്റു ചില വാക്കുകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.